ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകൾ കൊണ്ടുവരുന്ന കൃപാമഹത്വത്തെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയുടെ ഒരു മുഖം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ആ മുഖം കണ്ടിട്ടാണ് നമ്മൾ പറയുന്നത്, ദൈവമേ നീ എന്നെ മറന്നോ, ദൈവമേ എന്താ അതിൻ്റെ അകത്ത് മറുപടി തരാത്തത്, ദൈവമേ എൻ്റെ മുമ്പിൽ ഒളിച്ചു നിൽക്കരുതേ, ദൈവമേ എന്നെ ഉപേക്ഷിക്കരുതേ. എന്നാൽ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകൾ നമ്മിലേക്ക് കൊണ്ടുവരുന്ന ദൈവകൃപയുടെ വലിയ പ്രവാഹത്തെ കണ്ണൂർ നമ്മൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഏറ്റവും കൂടുതൽ ദൈവകൃപ അനുഭവിച്ച സമയം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടിയ പ്രാർത്ഥനകളിലല്ല, ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകളിലാണ്. എന്നാൽ ദൈവത്തിനൊന്നും ഉത്തരം തന്നുകൂടെ? ചില ഉത്തരങ്ങൾ എന്നെ നശിപ്പിക്കുമെന്നുള്ളത് കൊണ്ടാണ് എനിക്ക് തരാത്തത്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പല കാര്യങ്ങളിൽ കുഞ്ഞുങ്ങൾ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ കരഞ്ഞ് സിദ്ധാന്തം പിടിച്ച് ബഹളം വെക്കാറുണ്ട്. ദേഷ്യം വന്ന പിള്ളേർ സാധനങ്ങളൊക്കെ വലിച്ചെറിയും. എന്നാൽ അതങ്ങ് കൊടുത്ത് നമുക്ക് ഒഴിവാക്കിക്കൂടെ? ചിലപ്പോൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന കത്തിയായിരിക്കും. ആ കത്തി എനിക്ക് താന്ന് പറഞ്ഞായിരിക്കും കരയുന്നത്. എന്തുകൊണ്ടാണ് കൊടുക്കാത്തത്? കൊടുത്താൽ എൻ്റെ കുഞ്ഞിന് ഇത് ദോഷമാണെന്ന് അറിയാവുന്നതുകൊണ്ടോ കൊടുക്കാത്തത്? ഇതുപോലാണ് പ്രിയപ്പെട്ടവരെ പല പ്രാർത്ഥനാ അപേക്ഷകളും ദൈവം കണക്കിടാത്തത്, മറുപടി തരാത്തത്. ദൈവത്തിന് മറുപടി തന്നാൽ ഏതാണ്ട് പ്രശ്നമുള്ളതുകൊണ്ടല്ല, ആ മറുപടി എന്നെ നശിപ്പിക്കുമെങ്കിൽ, ആ മറുപടി എന്നെ ഇല്ലാതാക്കുമെങ്കിൽ അങ്ങനെ ഇല്ലാതാക്കരുത്. അപ്പം അതിനു വേണ്ടിയാണ് ദൈവം എന്ത് ചെയ്യുന്നത്? ദൈവം ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകളെ അത്തരത്തിൽ സജ്ജീകരിക്കുകയാണ്.